ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീട്ടിലോട്ട് സ്വാഗതം. ആദ്യശയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ക്രാഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ക്രാഫ്റ്റിന് പേപ്പർ ഗ്ലാസ് വെച്ചിട്ടൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ ആ ക്രാഫ്റ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് കാണാം. കൊച്ചു പിള്ളേരൊന്നും ഇത് ചെയ്യാതിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ലത്. സിസറും ഉണ്ട്, യൂസിങ് കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ സിസറാണ് ഇന്ന് ആവശ്യമുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൊച്ചു പിള്ളേരൊന്നും യൂസ് ചെയ്യുന്നത്. ഇന്നും ചെയ്യാതിരിക്കുക കൊച്ചു പിള്ളേരൊന്നും കേട്ടോ. അപ്പോൾ നമുക്കിത് പേപ്പർ ഗ്ലാസ് ഉണ്ടാക്കാൻ പോയാലോ? അപ്പോൾ നമുക്ക് നേരെ പേപ്പർ ഗ്ലാസ്സിൽ പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ പേപ്പർ ഗ്ലാസ് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ഈ സാധനമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോഴേലും പേപ്പർ ഗ്ലാസും സ്കെച്ചും കത്രിയും മാത്രം മതി. കത്രിയാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് കേട്ടോ. 3 സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് നമുക്കൊരു പേപ്പർ ഗ്ലാസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ പേപ്പർ ഗ്ലാസ് ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ ഗൈസ്, ഞാൻ പേപ്പർ ഗ്ലാസ് ഉണ്ടാക്കാൻ ആദ്യം ഒരു പേപ്പർ ഗ്ലാസ് തന്നെ വേണം. ഇവിടെ ആയിട്ട് ആ പേപ്പർ പൂ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് വേണം. എനിക്ക് ഗൈസ് എനിക്ക് അപ്പോൾ നമുക്ക് ഈ പേപ്പർ പൂ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനൊരു ഇവിടെ ഒരു അടയാളം കാണും. അവിടെ ഇട്ട് നമ്മൾ ഞാൻ വെട്ടിക്കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഞാൻ ഗ്ലോ ആക്കിയതാണ്. അപ്പോൾ നമുക്ക് നമ്മൾ ഇത് ജസ്റ്റ് വെട്ടിക്കൊടുത്തല്ലോ. ഇനി ഇതിലോട്ട് ഇതാണ് ഞാൻ പറഞ്ഞത്, കത്രി കഴിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പോർഷൻ കണ്ടോ, ഈ പോർഷനിലോട്ട് നമുക്ക് വെട്ടിക്കൊടുക്കാം. ആ പോർഷൻ മാത്രമായിട്ടൊരു വെട്ടിക്കൊടുത്താൽ മതി. ആ പോർഷൻ കൂടി കളഞ്ഞേക്കണം നമ്മൾ. നമ്മൾ ആ പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ആവശ്യപ്പെടും, പക്ഷെ ഞാനത് യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് അത് വേറെ സ്ഥലത്തോട്ട് മാറ്റി വെച്ചേക്കാം. നമ്മൾ വേറെ സ്ഥലത്തോട്ട് സീഡിലോ നമ്മളിത് വേറെ സ്ഥലത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ കസ്റ്റമർ എടുത്ത് ആരും ലൈക്ക് ചെയ്യത്തില്ല എന്നൊക്കെ പരാതിയൊക്കെ എനിക്ക് കിട്ടിയിട്ടോ. അതൊക്കെ നിങ്ങൾ നോക്കണം. നിങ്ങൾ ആരും ലൈക്കൊന്നും ചെയ്യാൻ പാടില്ല, ലൈക്ക് ചെയ്യാതിരിക്കാനും പാടില്ല കേട്ടോ. ഞാനൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ ലൈക്ക് ചെയ്യേ, നമുക്കിത് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഈ സാധനം അത് പത്രം വേണം കേട്ടോ. ഇപ്പോൾ വേസ്റ്റ് നമുക്ക് എടുത്ത് മാറ്റാൻ വേണ്ടിയാണ് ഞാൻ പത്രം യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പത്രത്തിൻ്റെ ഒരു അഞ്ച് പോലും വേണം. നിങ്ങൾക്ക് പേപ്പർ ഗ്ലാസ് വെച്ചുള്ള ഈ ക്രാഫ്റ്റ്സൊക്കെ നിങ്ങൾ പറയണ ഞാൻ ഇങ്ങനത്തെ ക്രാഫ്റ്റ് വീഡിയോ ഇടണമെന്ന് പറയണം കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ക്രാഫ്റ്റ് വീഡിയോസ് ഇടുന്നത് എനിക്ക് ഇഷ്ടമാണെന്നോ അങ്ങനെയൊക്കെ പറയണുണ്ട്. എനിക്കൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമുക്ക് ഫസ്റ്റ് ഈ ഗ്ലാസ് എടുത്തല്ലോ. നമുക്ക് ഈ മുറിച്ച ഭാഗം കണ്ടോ, നമ്മളിവിടെ മുറിച്ച ഭാഗം മിക്കവർക്കും അറിയായിരിക്കാം. ഈ മുറിച്ച ഭാഗം എടുത്ത് ഇവിടുന്ന് ഫുള്ളായിട്ട് അങ്ങോട്ട് മുറിച്ച് കളയണം. ഇത്രയും മുറിക്കാം. അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തിൽ ഒരു വര കാണാം. അപ്പുറത്തെ ഭാഗത്തൊരു വര കണ്ടോ, ആ വരയിലോട്ട് നമ്മൾ മുറിച്ച് കൊടുക്കും. കയ്യൊന്നും മുറിക്കാൻ പാടില്ല. പിന്നെ കൊച്ചുപിള്ളേർ ചെയ്യുവാണെങ്കിൽ തന്നെ അത് എൻ്റെ പേരിലാക്കില്ല. കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രമേ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവരോ അല്ലെങ്കിൽ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നവരോ പ്ലീസ് എന്നെ തളർത്താതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. കഷ്ടമുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതിപ്പോൾ ഒരു ഇത് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇനി അതേ കണക്ക് അതേ സ്കീമിൽ ഒന്നും ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് അതേ കണക്ക് വീണ്ടും ചെയ്യണം. അങ്ങനെയുണ്ട്. പക്ഷേ നമ്മൾ ഇത് ഒരത് ആക്കില്ല. നമ്മൾ സ്കെച്ച് ബോർഡിൽ ഏതാണെന്ന് ലാസ്റ്റ് നമുക്ക് കാണിച്ചു തരാം. അപ്പം ഇത് നമുക്ക് ഈ പത്രത്തിൻ്റെ ആവശ്യം കുറവാണ്. ഇത് ഈ ഇടക്ക് കയറിയിട്ട് നമ്മളിത്
ഇത്രയും ചെയ്ത് കഴിഞ്ഞ് ഇച്ചിരി ചെയ്ത് കഴിഞ്ഞിട്ട് ഇടയ്ക്കൊരു ബമ്പന ഇടണം. ഇച്ചിരി ഒരു തടിയുള്ളത് അത് സൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. എനിക്ക് നാക്ക് പറയുന്നിട്ടില്ല, കേൾക്കണ്ട, മനസ്സിലായില്ലേ? അപ്പം ഇടയ്ക്ക് കൊണ്ട് ഈ ബമ്പനൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ബമ്പനയല്ല ഇട്ടത്, നമുക്ക് ഒന്നിട്ട് കൊടുക്കാം. ഇച്ചിരി തടി വേണം അതിന്. ഇത് കണക്കത്തെ അല്ല, ഇച്ചിരി കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഫുള്ളാക്കുമ്പോൾ ലാസ്റ്റ് പോർഷൻ ആകുമ്പോൾ അപ്പോൾ ഇത് നമുക്ക് ഫുള്ളും ചെയ്തിട്ട് കാണാം. ബമ്പന ഇടുമ്പോൾ ഞാൻ പറയാം. പിന്നൊരു കാര്യം, നിങ്ങൾ എത്ര പെർഫെക്റ്റായിട്ട് ചെയ്യുന്നോ അത്രയും ആകത്തുള്ളൂ. എന്നെ കുറ്റം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കി എടുക്കണം കേട്ടോ. ഇനി നേരെ നമ്മൾ ഇതെടുത്തിട്ട് ഇങ്ങനെ അമർത്തല്ലേ, പതി ഇതിങ്ങനെ വിതിർച്ചിട്ട് കൊടുക്കണം. ഇതിങ്ങനെ കടിച്ചെടുക്കണം. ഇത് ഇങ്ങനെ ഉണ്ടോ, ഇതിങ്ങനെ ജസ്റ്റ് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം. പിന്നെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു തടിയൻ വരുമ്പോൾ ഇത് ആ തടിയന് മാത്രം ഒഴിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് അളവെടുക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞില്ലേ, ലാസ്റ്റാണ് നമ്മളുടെ പേന വരുന്നത്. നമ്മൾ ഈ സ്കെച്ച് പെൻ നോക്കിയിട്ട് ഈ തടിയനെ മാത്രം അളവെടുക്കല്, ബാക്കി എല്ലാത്തിനും ഇങ്ങനൊരു വര ഇട്ട് കൊടുക്കുക. ഇങ്ങനെ വര ഇട്ട് കൊടുക്കുക. തടിയന് മാത്രം ഇടല് കേട്ടോ. നമുക്കത് ചെയ്യട്ടെ. അപ്പോൾ ഇനി ഞാൻ ഒരു ചെറിയ വരകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇതുണ്ടോ, ഇതിന് മാത്രം ഞാൻ വര ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി നമ്മൾ ഈ വര ഇട്ട സ്ഥലം മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ട് വരാം. അപ്പം നേരെ ഇനി കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ ആക്കണം. അപ്പം നമ്മൾ പൂ റെഡി ആയല്ലോ. ഇതാണ് നമ്മളെ പൂ. ഇനി നമുക്ക് ഇനി അഥവാ വല്ലതും ഇങ്ങനെ പൊക്കെ കുറവാണ് ഇങ്ങനെ വല്ലതും വന്നാൽ, അങ്ങനെ വന്നിട്ടുണ്ട്, ചെറുതായിട്ട് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് അതൊക്കെ വന്നാൽ ഈ വെട്ടിക്കൊടുത്താൽ മതി. നമ്മളെ നിന്ന് മിസ്റ്റേക്ക് വന്നാലും നമ്മൾ ശരിയാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ട് വരാം. അപ്പം എല്ലാവരും ഇത് കണക്കൊന്ന് ചെയ്ത് നോക്ക് കേട്ടോ. എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കണേ. അപ്പോൾ ഇതാണ് നമ്മൾ